നാരായണ നാരായണ രാധാ ഗോവിന്ദ. ശ്രീശുകൗവാച ഏവം ഗഥേദ സുദ്യുമ്നെ മനുർവൈവസ്വതസുതേ പുത്രകാമസ്തവസ്തേഭേ യമുനായാം ശതം സമാഹ. ഇങ്ങനെ സുദ്യുമ്നൻ വനത്തിലേക്ക് പോയപ്പോൾ വൈവസ്വതമനു പുത്രലബ്ധിക്കായിക്കൊണ്ട് 100 വർഷം യമുനയിൽ തപസ്സു ചെയ്തു. ഈ വൈവസ്വതമനും എല്ലാത്തിൻ്റെയും അധിപതിയായ ഹരിം മഹാവിഷ്ണുവിനെ, എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഹരിക്കുന്ന ആ ഭഗവാനെ, ഹരിയെ അപത്യാർത്ഥം, അപത്യം എന്ന് പറഞ്ഞാൽ പുത്രം, സന്താനം, പുത്രലാഭാർത്ഥം യജത് യജിച്ചു എന്ന് പറഞ്ഞാൽ യജ്ഞം ചെയ്തു. ഇക്ഷ്വാകുവിൻ്റെ പൂർവജനോടുകൂടിയവരും എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഉള്ളവരോടുകൂടിയും, അവരൊക്കെ ഇക്ഷ്വാകുവിന് മുമ്പുള്ളവരോടുകൂടിയും സ്വസദൃശാൻ തനിക്ക് സദൃശന്മാരുമായ എന്ന് പറഞ്ഞാൽ വൈവസ്വതമനുവിൻ്റെ മഹാത്മ്യത്തോടു കൂടിയവരും പുത്രൻ ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 10 പുത്രന്മാരെ അതിനനുസരിച്ച് ലഭിച്ചു. ഹരിയെ പൂജിക്കുക, സർവ പാപഹരനാണ് ഹരി. സ്തുതിച്ച് 10 പുത്രന്മാരെ ലഭിച്ചു. അവരുടെ പേരാണ് ഇനിയും പറയാൻ പോകുന്നത്. അതിലുണ്ടായ ഒരു പുത്രനാണ് പൃഷധൻ. അദ്ദേഹത്തിന് സന്താനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ആദ്യം പറയുന്നു. ആ മനുപുത്രനായ പൃഷധൻ ഗാപാലയാമാസ, പശുക്കളെ രക്ഷിക്കാൻ വേണ്ടി നിയോഗിച്ചു. രാത്രിയിൽ വീരാസനത്തോടു കൂടിയവനാണ് എന്ന് പറഞ്ഞാൽ വലിയ വ്രതത്തോടു കൂടിയവനായ അദ്ദേഹത്തെ അവിടെ പശുപാലനത്തിനായിട്ട് ഏൽപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ പശു സംരക്ഷണത്തിന് മുഴുകി അദ്ദേഹത്തിൽ തൊഴുത്തിലാണ് അദ്ദേഹം വീരാസനമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ അങ്ങനെ ആ തൊഴുത്തിൽ, ഗോഷ്ഠം എന്ന് പറഞ്ഞാൽ തൊഴുത്ത്, അവിടെ ഒരിക്കൽ പ്രവേശിച്ചു. ശാർദൂലം, ഒരു വലിയ നരി ശയിച്ചുകൊണ്ടിരുന്ന ആ പശുക്കൾ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റു ഈ പുലി കയറി വന്നപ്പോൾ. എന്ന് മാത്രമല്ല ഭീതകളായിട്ട് പശുക്കൾ ഭയന്നു വിറച്ചുകൊണ്ട് ബബ്രാമ അവിടെ എല്ലാം ഓടി ചുറ്റി സഞ്ചരിച്ചു, കറങ്ങി. അങ്ങനെ അവിടെ ഭയന്നു വിറച്ച് വിഹലരായിട്ട് ഈ പുലിയെ കണ്ട് പേടിച്ച് ആ തൊഴുത്തിലും അതിന് ചുറ്റിലും ഒക്കെ കിടന്ന് അവർ ഓടി. ഈ പുലി കടന്നു വന്നപ്പോൾ പശുക്കളെല്ലാം ഓടിയെങ്കിലും അതിലൊന്നിനെ കയറി പിടിച്ചു. യഗ്രാഹ ബലവാൻ. ഈ പറഞ്ഞ പുലി ബലവാനായിട്ട് വന്ന് ഒരു പശുവിനെ കയറി അങ്ങ് പിടിച്ചു. എന്നിട്ടോ ക്രോശിച്ചു, വല്ലാണ്ട് കിടന്ന് കരഞ്ഞു. ആ ശബ്ദം കേട്ടിട്ട്, അതിൻ്റെ കരച്ചിൽ കേട്ടിട്ട്, കേട്ടിട്ട് പൃഷദ്ധോ അഭിസസാര, ഈ പൃഷദ്രൻ വേഗം അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അതിൻ്റെ സമീപത്തേക്ക് ചെന്നപ്പോൾ അതിനെ കടിച്ചു തൂക്കിക്കൊണ്ട് പോകുന്നതാണ് കണ്ടത്. പെട്ടെന്ന് അദ്ദേഹം പൃഷദ്രൻ അവിടെ ഒരു ശങ്കയുണ്ടായി. ശാർദൂലമാണ്, ഈ പുലിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഖഡ്ഗമാതായ ഒരു വലിയ വാളുമൊക്കെ എടുത്തുകൊണ്ട് തരസാ പെട്ടെന്ന് പ്രലീനോടുഗണേ നിശീം, ഉടുഗണങ്ങൾ, നക്ഷത്രഗണങ്ങളൊക്കെ ലീനമായിരുന്നു എന്ന് പറഞ്ഞാൽ ലയിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ വയ്യാതായിരുന്നു. നക്ഷത്രഗണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വെളിച്ചമെങ്കിലും കാണാനും, അതൊന്നുമില്ല, യാതൊരു വെളിച്ചമില്ല. അതുകൊണ്ട് അജാനൻ അഹനൻ അറിഞ്ഞില്ല. അഹനൻ ബബ്രോ, ഇങ്ങനെ ഓടി നടന്ന ആ സ്ഥലത്ത് ഈ പുലിയാണെന്ന് വിചാരിച്ച് ശാർദൂല ശങ്കയ, ശാർദൂലമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ ശിരസ് വെട്ടി. അത് തെറ്റിദ്ധാരണയായിരുന്നു. ശരിക്കും വെട്ടിയത് പുലിയല്ല, പുലിയുടെ ശിരസ്സല്ല. പക്ഷെ രാത്രിയായതുകൊണ്ട് കണ്ണു കാണാൻ പാടില്ല, ഭയങ്കര ഘോരമായ ഇരുട്ട്, ഒരു വലിയ പേമാരി പെയ്യുന്നു, ചുറ്റിനും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. തെറ്റിദ്ധരിച്ച് പൃഷദ്രൻ ഏതായാലും കൈ കിട്ടിയ വാളെടുത്ത് വെട്ടി. പക്ഷേ പുലിക്ക് കൊണ്ടില്ല. പക്ഷെ അതിൻ്റെ ചെവി അല്പം മുറിഞ്ഞു, അത്രേ ഉണ്ടായുള്ളൂ. പക്ഷെ വെട്ടുകൊണ്ടത് ശിരസിച്ച് പോയത് ഈ പശുവിൻ്റെയാണ്. എന്നിട്ട് അതിൻ്റെ ചെവി മുറിഞ്ഞതായിട്ട് പെട്ടെന്ന് ഭയപ്പെട്ട് നിശ്ചക്രം അവിടുന്ന് ഓടി. വൃഷം ഭയന്നിട്ട് ഭീരു രക്തം പതി, ചെവി മുറിഞ്ഞപ്പോൾ ഏതായാലും വഴിയിൽ രക്തം ഇങ്ങനെ വാർന്നൊലിക്കുന്നു. ഇത്രേ ഉണ്ടായുള്ളൂ. ചെവി മുറിഞ്ഞതാണോ പശുവിൻ്റെ
ആ ശിരസ് മുറിഞ്ഞത് കൊണ്ടാണ്. ഏതായാലും വഴിയിലെല്ലാം രക്തം അങ്ങനെ കിടക്കുന്നു. നേരം വെളുത്തപ്പോഴിത് അറിയുന്നു. അപ്പോൾ ഏതായാലും ഈ നേരം വെളുത്തപ്പോൾ അതിന് മുമ്പ് തന്നെ വിചാരിച്ചു ഈ വെട്ടുകൊണ്ട് മുറിഞ്ഞത് ഈ പുലിയുടെ ആണെന്ന് പ്രക്ഷദ്രം ധരിച്ചു. ഹനിക്കപ്പെട്ട ആ ബെബ്രും എന്ന് പറഞ്ഞാൽ പശുവിനെ വിഷ്ടായാം നിശി ദുഃഖിത. വിഷ്ടായ എന്ന് പറഞ്ഞാൽ രാത്രി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ നേരം വെളുത്തപ്പോൾ രാത്രിയിൽ താൻ വെട്ടിയത് പശുവിനെയാണെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ പുലിയെ അല്ല വെട്ടിയത്, പാവം പിടിച്ച പശുവിനെയാണല്ലോ വെട്ടിയത് എന്ന് അത്യധികം ദുഃഖിച്ചു. അപ്പോൾ ഇങ്ങനെ ആ പശുവിനെ നിഷ്കളങ്ക ജീവിയാണ്. ഈ അകാമത എന്ന് പറഞ്ഞാൽ അറിയാതെ കണ്ട് ചെയ്തതാണ്. എന്നാലും അത് അപരാധം തന്നെയാണ്. അപരാധം കണ്ടിട്ട് കുലാചാര്യനായ വസിഷ്ഠൻ ശപിച്ചു. അമുനാകർമ്മണ, ഈ കർമ്മത്താൽ നീ ക്ഷത്രബന്ധുവല്ല, ക്ഷത്രിയന്മാരുടെ ബന്ധുവല്ല, ക്ഷത്രിയനുമല്ല, അതിനേക്കാളൊക്കെ അധമനായി തീരട്ടെ, അതിനേക്കാൾ താഴേക്ക് പോകട്ടെ എന്ന് പറഞ്ഞാൽ നിനക്ക് ശൂദ്രൻ എന്നുള്ള അവസ്ഥ ലഭിക്കും എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ ഇങ്ങനെ തിരിച്ചിരിക്കുന്നത് കർമ്മങ്ങൾ കൊണ്ടാണ്. ഇങ്ങനെ ഈ ശാപം കിട്ടിയപ്പോൾ ഗുരുണാ ശബ്ദ, ഗുരുവിനാ ശപിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ നീ കൃതാഞ്ജലി ഊപ്പുകൈകളോടുകൂടി വന്ന് തൊഴുതുകൊണ്ട് ബന്ധിച്ചുകൊണ്ട് എന്ത് ചെയ്തു? പ്രത്യഗൃണാത് പ്രതിഗ്രഹിച്ചു. ഊർധ്വരേതസ്സായിട്ട് പ്രിയം വ്രതം, മുനിമാർക്കിഷ്ടമായ വ്രതത്തെ, വലിയ ഗംഭീരമായ വ്രതത്തെയൊക്കെ അനുഷ്ഠിച്ചു. അങ്ങനെ മുകളിലേക്ക് കൈയെല്ലാം കൂപ്പി മുനിമാരെ നമസ്കരിച്ചുകൊണ്ട് വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ചു. ആരെയാണ് പ്രാർത്ഥിച്ചത്? അങ്ങനെ ഭഗവാൻ വാസുദേവേ ഭഗവതി, വാസുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാസു എന്നെല്ലാം പറഞ്ഞാൽ പ്രാണനാണ്. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവീകമായ ഉന്നതിയുള്ളതായ ദേവത്വമുള്ളതായ അതാണ് വാസുദേവൻ. വസുദേവപുത്രനെ വാസുദേവൻ, ആദിവൃത്തി എന്നൊക്കെ പറഞ്ഞ നിയമമാണ്. അപ്പോൾ ഭഗവതിയും ആ സർവഭൂതങ്ങളുടെയും സുഹൃത്തായും അവരുടെ സുഖദുഃഖങ്ങൾ തൻ്റെ സുഖദുഃഖങ്ങളെന്ന പോലെ വിചാരിക്കുന്നവനും സർവവികാരശൂന്യനും സർവോത്കൃഷ്ടനും എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഒന്നിനോട് ഒട്ടി നിൽക്കുന്നുമില്ല, ഒന്നിനോടും അദ്ദേഹത്തിന് അകൽച്ചയില്ല. എല്ലാത്തിലും അദ്ദേഹം അമലമായ പരിശുദ്ധമായ സ്നേഹത്തോടുകൂടി നിൽക്കുന്നു, സുഹൃത്തായി വിചാരിക്കുന്നു. വികാരശൂന്യനും സർവോത്കൃഷ്ടനും സർവാത്മാവുമായ ഭഗവാൻ വാസുദേവനിൽ പരമഭക്തി നിമിത്തം അന്യവിചാരമില്ലാത്തവനുമായി തീർന്ന് അദ്ദേഹം സർവാത്മന ഭജിക്കുന്നവനുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൽ തന്നെ കൊണ്ട് ലയിച്ചു. അങ്ങനെ ലയിച്ചിട്ട് അപ്പോൾ ഇഹലോകത്തിലും പരലോകത്തിലൊക്കെയുള്ള ഭോഗാശയെ തീരെയെല്ലാം ഉപേക്ഷിച്ചു. വിമുക്ത സംഘങ്ങളെയൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. സംഘം എന്ന് പറഞ്ഞാൽ കൂടിച്ചേരൽ, അതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് ശാന്താത്മാ സംയുതാക്ഷോ, അപരിഗ്രഹം ഒന്നും സ്വീകരിക്കുന്നില്ല. സംയതമായി എന്ന് പറഞ്ഞാൽ യമനിയമങ്ങളെയൊക്കെ പഠിച്ച് അപരിഗ്രഹമായി തീർന്നിട്ട് എതിർച്ഛയാ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ കരുതി കൂട്ടി ഉണ്ടാക്കി വെക്കുകയല്ല, കൈ വരുന്നത് കൊണ്ട് ജനങ്ങൾ കഴിക്കുന്നു. അങ്ങനെയാണ് അവരുടെ വൃത്തിയെ സന്തോഷത്തോടുകൂടി കഴിച്ചു കൂട്ടിയത്. ഈ പ്രക്ഷബ്ധൻ എതിർച്ഛോപവന്നേന കൽപ്പേൻ വൃത്തിയും ആത്മവൃത്തി എന്ന് പറഞ്ഞാൽ ജീവിതവൃത്തി, അങ്ങനെ അവർ ജീവിച്ചു. അപ്പോൾ ഈ ആത്മാനമാധായ ആത്മാവിനെ തന്നെ ഭഗവാനെ തന്നെ ആധായ സ്വീകരിച്ചിട്ട് ജ്ഞാനം കൊണ്ട് തൃപ്തി നേടി ജ്ഞാനം സമ്പാദിച്ചു. ജ്ഞാനമുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞ പോലെ ജ്ഞാനിയാണ് ഏറ്റവും ശ്രേഷ്ഠൻ, അതിനെ സമാഹരിച്ചു. എന്നിട്ട് വിജചാരമഹീമേതാം, മഹിയെ ഭൂമിയെ, ഏതാം മഹിയെ വിജചാര എന്ന് പറഞ്ഞാൽ അതിനെ വേണ്ടവണ്ണം വിചരിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ടവണ്ണം പ്രവർത്തിച്ചു. ജഡാന്തവ്യതിരാകൃതി, അപ്പം ജഡനെപ്പോലെയും എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടനെപ്പോലെയും ഒരു അന്ധനെപ്പോലെയൊക്കെ ജീവിച്ചു. ഈ മഹിയെ ഭൂമിയെ ജഡാന്തവ്യതിരാകൃതി, ജഡനെപ്പോലെ അന്ധനെപ്പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ലൗകികങ്ങളായ കാര്യങ്ങളോടുള്ളതായ അകൽച്ച വരുത്തി. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭട്ടതിരിപ്പാട് പറയും, ഭഗവാനെ എൻ്റെ ഈ രോഗം ഒന്ന് അവിടുന്ന് മാറ്റിത്തന്നാൽ സജ്ജരേമ ശുഖനാരദാദിവൽ, ഞാൻ സഞ്ചരിച്ചുകൊള്ളാം. എങ്ങനെ ശ്രീശുകനും നാരദ മഹർഷി എങ്ങനെയാണോ നാമം ജപിച്ചുകൊണ്ട് നടന്നത്, നാരായണനാമം ഇത്രയധികം ജപിച്ച രണ്ടുപേർ ലോകത്തിലുണ്ടോ? ഇദ്ദേഹം ഒരു ജ്ഞാന നിധിയായിട്ട് അങ്ങനെ അതിൽ തൃപ്തി കണ്ടെത്തി. അതാണ് വേണ്ടത്. മനുഷ്യജീവിതമായാലും ആരുടെ ആയാലും ജ്ഞാനം കൊണ്ട് ഉയരണം. അതാണ് ജ്ഞാനയോഗമൊക്കെ പറഞ്ഞു തരും.
ഇങ്ങനെയൊക്കെ ജീവിച്ചതിന് ശേഷം ഈ വനത്തിലേക്ക് പോയിട്ട് ഏവം മൃത്യോ ഇപ്രകാരമൊക്കെ ഉള്ളതായ ചരിത്രങ്ങളൊക്കെ ഉള്ളതായ ആ വൃത്തികളിലൊക്കെ ജീവിച്ചിട്ട് വനം ഗത്വാ വനത്തിലേക്ക് പോയിട്ട് വനത്തിൽ പ്രവേശിച്ചിട്ട് ദൃഷ്ട്വാ ദാവാഗ്നിമുദ്ധിതം ദാവാഗ്നി കാട്ടുതീയിൽ അങ്ങനെ ഉയർന്നുയർന്നു വരികയാണ്. അതിലേക്കങ്ങ് ചാടി തേനോ ഉപയുക്തകരണോ ബ്രഹ്മപ്രാപരം മുനി അങ്ങനെ ബ്രഹ്മസായുജ്യം നേടി ബ്രഹ്മപദത്തിൽ എത്തിച്ചേർന്നു. അതിനുശേഷം മറ്റൊരാളിനെ കുറിച്ച് പറയുകയാണ്. ഈ വൈവസ്വതമനുവിൻ്റെ പരമ്പര അല്ലെങ്കിൽ ആ പുത്ര വംശാവലി ഒക്കെ പറയുകയാണ്. കനീയാൻ എന്ന് പറഞ്ഞ അടുത്ത അനുജൻ, ഏറ്റവും ഇളയ അനിയൻ കവി. വിഷയേഷു നിസ്പൃഹം, വിഷയങ്ങളിൽ ഒട്ടിനിൽക്കാതെ, വിഷയങ്ങൾ പറഞ്ഞാൽ കണ്ടതിലും കേട്ടതിലും നമ്മൾ എന്തെല്ലാം കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ രുചിച്ചിട്ടുണ്ടോ അറിഞ്ഞിട്ടുണ്ടോ അതെല്ലാം സ്പർശിച്ചിട്ടുണ്ട്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് എന്തെല്ലാം നേടിയിട്ടുണ്ടോ അതിനെയൊക്കെ വിഷയങ്ങൾ എന്ന് പറയാം. അതിൽ നിന്നൊക്കെ നിസ്പൃഹം, സ്പൃഹ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, അതിലൊന്നും നിസ്പൃഹനായിട്ട് എന്ന് പറഞ്ഞാൽ അതിലൊന്നും ആഗ്രഹമില്ലാഞ്ഞിട്ട് അതിലൊന്നും ഒട്ടി നിൽക്കാഞ്ഞിട്ട് വിസൃജ്യ രാജ്യം, രാജ്യമൊക്കെ ഉപേക്ഷിച്ച് സഹ ബന്ധുഭിർവനം, ബന്ധുക്കളോടുകൂടി വനത്തിൽ പ്രവേശിച്ചിട്ട് നിവേശചിത്തേ പുരുഷം സ്വരോജിഷം. എന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം? സ്വരോജിഷം പുരുഷം എന്ന് പറഞ്ഞാൽ സ്വപ്രകാശ സ്വരൂപനായ പുരുഷനെ ചിത്തേ നിവേശ എന്ന് പറഞ്ഞാൽ ഭഗവാനെ തന്നെ മനസ്സിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് ചിത്തത്തിൽ അങ്ങനെ നിറച്ചു നിർത്തിയിട്ട് നിവേശിപ്പിച്ചിട്ട് പരംഗത എന്ന് പറഞ്ഞാൽ പരമപദത്തെ, പരമാത്മപദത്തെ, ഈശ്വരപദത്തെ, ബ്രഹ്മാത്മപദത്തെ അദ്ദേഹം പ്രാപിച്ചു. അതാണ് കവിയുടെ കഥ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കരൂഷന്മാർ, കരൂഷ എന്ന് പറഞ്ഞാൽ മനുപുത്രനായ ഒരാളാണ് കരൂഷൻ. അദ്ദേഹത്തിൽ നിന്ന് ഉത്തമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തരാപദം, വടക്കേ ദിക്കിലേക്ക് കൊപ്താരം, അവിടെയൊക്കെ ചെന്ന് രക്ഷിക്കുന്നവരും ബ്രഹ്മണ്യം ബ്രാഹ്മണ ഭക്തരുമൊക്കെ ആയ ധർമ്മവത്സലാഹ, ധർമ്മത്തിൽ താല്പര്യമുള്ളവരൊക്കെ ആയ ആ കാരുഷന്മാരെന്ന് പറയപ്പെടുന്നവരുമായ ക്ഷത്രജാതികൾ ഉണ്ടായി. പിന്നീട് ഈ കാരുഷന്മാർ എന്ന് പറയുമ്പോൾ അവരെ ഒന്നിച്ച് പറയണം. അങ്ങനെ മനുപുത്രനായ ആ തൃഷ്ടനിൽ നിന്ന് കവിയുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം തൃഷ്ടനിൽ നിന്നുണ്ടാകൽ ധാഷ്ടമെന്ന് ആദിവൃത്തി പറയുന്നതുമാണ് തൃഷ്ടൻ, ധാഷ്ടൻ. ആ ധാഷ്ടമെന്ന് പറയപ്പെടുന്ന ഒരു ക്ഷത്രിയ ജാതി ഉണ്ടായി. അവരുടെ പേരാണ് ധാർത്തൻ. ആ ഒരു ക്ഷത്രിയ ജാതിയിലുണ്ടായി. പക്ഷെ അവൻ ബ്രാഹ്മണരായിട്ട് ഭവിച്ചു, ഉയർന്നു അവരുടെ ചിന്ത കൊണ്ട്. പിന്നീട് നൃഗൻ്റെ പുത്രൻ സുമതി, സുമതിയുടെ പുത്രൻ ഭൂതജ്യോതിസ്, അവൻ്റെ പുത്രൻ വസു, ബ്രാഹ്മണപുത്രൻ ബ്രാഹ്മണൻ എന്ന സിദ്ധാന്തം പൂർവ്വകാലത്തിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ വസുവിന് പ്രതീകൻ എന്ന പുത്രനുണ്ടായി. അവിടുന്ന് പ്രതീകന് ഓഘവാൻ എന്ന പുത്രനുണ്ടായി. ഓഘവാൻ്റെ പുത്രനും ഓഘവാൻ എന്ന് തന്നെ പേർ, ആ പേര് തന്നെ അച്ഛൻ്റെ പേര് തന്നെ മക്കൾക്ക് കൊടുക്കും. ഇങ്ങനെ ആ പുത്രാവലികളെക്കുറിച്ച് ഇങ്ങനെ വംശാവലി പറഞ്ഞിങ്ങനെ വരികയാണ്. നരിഷ്യന്തൻ്റെ വംശം വളരെ പ്രധാനപ്പെട്ടാണ്. നരിഷ്യന്ത പുത്രൻ ചിത്രസേനൻ, അവൻ്റെ പുത്രൻ ദക്ഷൻ, ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ദക്ഷനല്ല, ദക്ഷയാഗം നടത്തിയ ആളല്ല, ദക്ഷൻ്റെ പുത്രൻ മീഠ്വാൻ, അവൻ്റെ പുത്രൻ കൂർച്ചൻ, അവൻ്റെ പുത്രൻ ഇന്ദ്രസേനൻ. ഇതൊരു വംശാവലി പഠിച്ചു വെക്കുക, അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇന്ദ്രസേനനിൽ നിന്ന് ഇന്ന് വീരിഹോത്രൻ, വീരിഹോത്രൻ എന്ന് പറഞ്ഞാൽ അഗ്നി എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രതീകങ്ങളൊക്കെ തന്ന് ലോകത്തിലുള്ള പ്രകൃതിജാലങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. സൗമദസ്തിസ്തു സുമതി തത്സുതോ ജനമേജയ ഏതേ വൈശ്യാല ഭൂപാല സ്നബിന്ദോ യശോധരാം. പിന്നീടുള്ള രാജാക്കന്മാരുടെ കഥ പറയുന്നു. എന്ത്? സൗമദത്തി, സോമദത്തൻ്റെ പുത്രൻ, അതാണ് പുത്രനായിട്ട് സുമതി ജനിച്ചു. സോമദത്തൻ എന്ന് കേൾക്കുമ്പോൾ സുമതി പുത്രനായിട്ട് ജനിച്ചത് ജനമേജയൻ. വൈശാലമാകുന്ന എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ വൈശാലി, ആ പുരിയെ പരിപാലിച്ചു കൊണ്ടിരുന്ന ഇവർ തൃണബിന്ദുവിൻ്റെ യശസ്സിനെ ലോകത്തിൽ നിലനിർത്തുന്നവരുമായി ഭവിച്ചു. കർമ്മങ്ങൾ കൊണ്ടാണ് നമ്മൾ പറയുന്ന ഈ വംശങ്ങളെല്ലാം നിലനിന്ന്. ശ്രേഷ്ഠങ്ങളായ കർമ്മങ്ങൾ നടത്തിയവരുണ്ട്, വളരെ മോശമായ കർമ്മങ്ങൾ നടത്തിയവരുണ്ട്. അവരെല്ലാം അതാതിൻ്റെ ഫലവും അനുഭവിക്കുന്നു. സൽക്കർമ്മം ചെയ്താൽ സൽഫലം, ദുഷ്കർമ്മം ചെയ്താൽ ദുരന്തങ്ങൾ. ഇതൊക്കെ കൊയ്യാൻ നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. നമ്മൾ തന്നെ നമ്മുടെ സ്വർഗം സൃഷ്ടിക്കുന്നു, നരകവും സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനവധി രാജാക്കന്മാരുടെ ഇനിയും അങ്ങോട്ട് പോകുന്നത് അതുപോലെ തന്നെയാണ്. ഇനിയും പറയുന്നത് ശരിയാദി മഹാരാജാവിൻ്റെ കഥയാണ്. 3-ാം അധ്യായം. 2-ാം അധ്യായം കൊണ്ട് ഇവിടെ ഇത് എല്ലാവർക്കും ഇത് സമർപ്പിക്കുകയാണ്. എല്ലാ ആളുകൾക്കും
ഭഗവാൻ എല്ലാവർക്കും, ശ്രോതാക്കൾക്കും, പറയുന്നവർക്കും, സംഘാടകർക്കും, അതുപോലെ ഇതിൻ്റെ എല്ലാ സംവിധാനവും ചെയ്യുന്ന നമ്മുടെ റാഫി ചാഴൂരിനും ഒക്കെ ജഗദീശ്വരൻ്റെ, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യമൂർത്തിയായ ആ കരുണാസമുദ്രമായ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ. നിസ്സാര കാര്യമല്ല, ഒരു വലിയ ത്യാഗമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അനവധി ആളുകൾ ഇതുമായിട്ട് സഹകരിക്കുന്നു. എല്ലാവരും സഹകരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടത്, കാരണം ഇത്രയും സമയം ഈ ഒരു മഹാപുണ്യഗ്രന്ഥത്തിനായിട്ട്, പുണ്യസമയമായിട്ട്, പ്രഭാതങ്ങളെ പുണ്യസമയമാക്കി മാറ്റിക്കൊണ്ട് എല്ലാ ഗൃഹങ്ങളിലും ആ ഈശ്വര ചൈതന്യത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ ധർമ്മത്തെയും ഭഗവാന്റെ ഉജ്ജ്വലങ്ങളായ കർമ്മങ്ങളെയൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഭാഗവതഗംഗ അനുസ്യൂത ഒഴുകുന്നു. ഇത് മുടങ്ങാതെ എത്തിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വളരെയധികം ക്ലേശമുണ്ട്. എല്ലാം കൊണ്ടും, ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും, പിന്നെ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരാളായതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നതെന്ന് അറിയാം. അതുകൊണ്ട് എല്ലാവരും ഇത് കാണുക, കേൾക്കുക. അതുപോലെ തന്നെ നമുക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോയി പറയുക. ഭാരതീയ ധർമ്മമാണ്, നമ്മൾ ജനിച്ചു. നമുക്കിവിടെ ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖി, സ്വപ്ന സമാനമായൊരു മനുഷ്യജീവിതം. ആ മനുഷ്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നൊരു സൽക്കർമ്മമാണ് ഈ മഹാപുണ്യഗ്രന്ഥം എല്ലാ ജനങ്ങളിലും എത്തിക്കുക. അപ്പോൾ അവരും ഇത് കേൾക്കട്ടെ. പിന്നെ ചെയ്യാവുന്നത് ചെയ്യുക. സംഭാവന വല്ലതും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എത്തിക്കാം. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നമ്പരൊക്കെ അദ്ദേഹം തരും. എല്ലാവിധ സഹകരണവും എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് ഈ മഹത്തായ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് സാക്ഷാൽ ഗുരുഭവനപുരേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഈ സന്ദർഭത്തിൽ എല്ലാ ഭക്തജനങ്ങൾക്കുമായിട്ടും സമർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും വാഴട്ടെ. എല്ലാവിധത്തിലും ധന്യമായ പുണ്യകരമായ ജീവിതം, എല്ലാ ഭവനങ്ങളും ഈശ്വരൻ്റെ വാസസ്ഥാനങ്ങളായിട്ട് മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് അനുസ്യൂതം ഇതിൻ്റെ സംഘാടകരോടൊപ്പം നമുക്ക് നിൽക്കാം. അനന്യസാധാരണമായ, അന്യാദൃശമായ വാക്കുകൾ കൊണ്ട് നമസ്കാരം, പ്രണാമം അർപ്പിക്കുന്നു. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. തീർത്ഥയാത്രയിൽ ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. അമ്പലങ്ങളിൽ വന്നിരുന്ന ഗോപസ്ത്രീകളോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ കോലുമായിട്ട് കളിക്കാൻ അവരൊക്കെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ അതിശയിച്ചു. പിന്നെ അതുപോലെ രാധാറാണിയുടെയും ഭഗവാന്റെയും കൂടി ദണ്ഡികയാണല്ലോ. അപ്പൊ ആ കോല് കയ്യിൽ വെക്കാന്നുണ്ടെങ്കിൽ മുജ്ജന്മ സുഹൃതം തന്നെയാണ്. വിളിക്കൂ 9400124048. നെല്ലിന്റെ ചുവന്ന ഉമിയിൽ നിന്നും തയ്യാറാക്കിയ പ്ലേറ്റുകൾ. നിങ്ങൾക്കും പ്രകൃതിക്കായി കൈകോർക്കാം. കൈ തൊടാതെ കൈമാറുന്ന പരിശുദ്ധി. ചെറിയ മാറ്റങ്ങൾ പുതിയ നാളേക്കായി. ഒറ്റത്തവണ ഉപയോഗം, ശേഷം കാലിത്തീറ്റയായോ ജൈവവളമായോ ഉപയോഗിക്കാം. 100% മണ്ണിൽ അലിഞ്ഞു ചേരുന്നത്. ഇന്ത്യയിലെവിടെയും കൊറിയർ മുഖേന എത്തിച്ചു നൽകുന്നതാണ്. വിളിക്കൂ 9188182384. ഹരി ഓം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9400124048. 9188182384.